യേശുവേ നിന്റെ കൂടെ വാഴുവാൻ ആശയോടെ കാത്തിരിപ്പൂ ഏഴയാ ഞാനിതാ. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കേട്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ഈ ഭൂമിയിൽ നമ്മിൽ ഒരാളെ പോലെ ജീവിച്ച് കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി അവൻ ദൈവത്തിൽ നിന്നുള്ള വേർപാട് അനുഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം നമുക്ക് വേണ്ടി അവൻ ഒരുക്കി തന്നതായ ഈ രക്ഷ, അതിൻ്റെ വിശദാംശങ്ങളിൽ പൂർവ്വകാലങ്ങളിലുള്ള ആർക്കും അത് മനസ്സിലായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന എന്തിനാ ഇതെല്ലാം ദൈവം ചെയ്തതെന്ന് ചോദിച്ചാൽ, അതാ അതിനകത്തെ ഏറ്റവും വലിയ തമാശ. എന്തിനാ ഇതെല്ലാം ദൈവം ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇച്ചിരി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെയും നമ്മുടെയൊക്കെ മനസ്സിൽ കയറിയിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കയറിയിരിക്കണമെന്നുള്ളത്. അപ്പം നമുക്ക് കർത്താവിനോട് ചേരാനുള്ള ആഗ്രഹം പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു യൂണിയനുള്ള ആഗ്രഹം പോലെ തന്നെയുള്ള ആഗ്രഹം ദൈവത്തിന് ഉണ്ടായിരുന്നു നമ്മളോട് നടക്കാനായിട്ട്, നമ്മുടെ കൂടെ. അല്ലെങ്കിൽ ആ യൂണിയൻ, അത് ഒരു വലിയ മർമ്മമാണ്. ദൈവം പൂർവ്വകാലങ്ങളിൽ അത് മനസ്സിലാക്കാനായിട്ട് അതിനൊരു മാർഗമില്ലായിരുന്നു. കാര്യം, ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ ന്യായപ്രമാണമൊക്കെ അനുസരിക്കുമ്പോഴും അതിന് ദൈവത്തിൻ്റെ ദൈവം എന്നിൽ കയറിയിരുന്ന് എന്നെ കൂടെ ചെയ്യിക്കുമെന്നല്ലോ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പക്ഷേ പുതിയ നിയമത്തിൽ പൗൽ പറയുകയാണ്, ഭയങ്കര ഒരു ഡിഫറൻ്റ് ഉണ്ട് പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഇതൊന്നും അനുസരിക്കേണ്ടെന്നല്ല, ഇതെല്ലാം അനുസരിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഇന്ന് പറ്റിയിരിക്കുന്ന എല്ലാ ഇവിടുത്തെ ഒരു വലിയ പ്രസംഗങ്ങളെല്ലാം. ന്യായപ്രമാണം തീർന്നു, ഇനി ആരും അനുസരിക്കേണ്ട, എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, ന്യായപ്രമാണം കർത്താവ് അങ്ങ് നിവർത്തിച്ചു, അതുകൊണ്ട് ഇനിയിപ്പം ന്യായപ്രമാണം ഇല്ല, പഴയ നിയമം വലിച്ചൊരു കളഞ്ഞേര്. ഗിരിപ്രഭാഷണം പോലും വലിച്ചൊരു കളഞ്ഞേക്കാണ് പറയുന്നത്, ഇല്ലേ? ഈ കഴിഞ്ഞ ദിവസം ഒരു കൃപയുടെ സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചു, അല്ലേ? അപ്പം അതുകൊണ്ട്, പക്ഷേ ഇനിയിപ്പോൾ അത് നമുക്കില്ല. പോൾ അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ എന്ന്. പൗലോസിനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലായി, യേശുവിന് മനസ്സിലാകാത്ത കാര്യമൊക്കെ. ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല, ഞാനിത് വായിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഞെട്ടിപ്പോയി ഇത് വായിച്ചിട്ട്. പോൾ അണ്ടർസ്റ്റുഡ് ഇറ്റ് ബെറ്റർ. ഈ കൃപ എന്താണെന്നുള്ളത് പൗലോസിന് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി. യേശുവിന് അത്രയും മനസ്സിലാക്കാം. യേശു കുറച്ചുകൂടെ ന്യായപ്രമാണത്തിൻ്റെ ആളായിരുന്നു എന്ന് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? പഴയ നിയമത്തിൽ ന്യായപ്രമാണം മനുഷ്യൻ അനുസരിക്കാനായിട്ട് പരിശ്രമിച്ചു, അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിൻ്റെ. അപ്പം അതിനകത്ത് എഫേർട്ട് എടുക്കുന്നത് ആരാണ്? ഇറ്റ് ഈസ് മീ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെ കർത്താവ് ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. ഞാൻ യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, യേശുവിനോട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഞാനൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ, ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. അല്ലാതെ പുതിയ സൃഷ്ടിയാകുന്നത് നമ്മൾ കുറച്ച് നാൾ ജീവിച്ച് കാണിച്ചൊന്നുമല്ല. ഒരു കുഞ്ഞ് ജനിച്ച് ജീവിക്കാൻ അറിയാമെന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലല്ലോ ജനിക്കുന്നത്. 3-4 വയസ്സ് വരെയൊക്കെ ഒന്ന് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജനിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കത്തില്ലല്ലോ. ജനിക്കാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജീവിക്കാൻ പറ്റത്തില്ല. അവന് പാളിച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ജനിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയുന്നത് പുതിയ സൃഷ്ടിയാവുക എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമാകുന്നു. അല്ലെങ്കിൽ വെൻ യു ആർ ബോൺ അഗൈൻ യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അത് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആത്മാവിൽ നിറയുകയോ, ആത്മാവിൽ നിറഞ്ഞു കവിയുകയോ, ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയോ, ആത്മാവിനാൽ സ്നാനം പ്രാപിക്കുകയോ, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ആത്മാവിൽ ജനിച്ചാലേ പറ്റുള്ളൂ. ആത്മാവിനാൽ ജനിക്കുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ മുതൽ യേശു കർത്താവ്, ആത്മാവാകുന്ന ദൈവം എൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്ന് ഞാനും ദൈവമായിട്ടൊരു യൂണിയൻ ഉണ്ടാക്കുകയാണ്. പിന്നെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു എന്നിൽ ജീവിച്ചുകൊണ്ട് എന്നിൽ ന്യായപ്രമാണം നിവർത്തിയാക്കുകയാണ്.
അതായത് യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണം വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാൻ എനിക്ക് കഴിയുന്നു. കാര്യം ന്യായപ്രമാണം ഭൂമിയിൽ നിർവഹിച്ച ഒറ്റയാളേ ഉള്ളൂ. ആര്? യേശു കർത്താവ്. ഇപ്പൊ ആ യേശു എന്നിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്കും ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിലൂടെ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഇന്നും അവൻ ന്യായപ്രമാണം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? എന്നിൽ ജീവിച്ചുകൊണ്ട്. അതാണ് യൂണിയൻ. അതാണ് യേശുവും ഞാനും തമ്മിലുള്ള ബന്ധം. അവൻ എന്നിലേക്ക്. ഇപ്പം ഇതിനകത്ത് ഒരു വലിയ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. വിശ്വാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് സ്വീകരിച്ചു. ഇപ്പം ഈ വാക്കുകളൊക്കെ, ഒത്തിരി വാക്കുകൾ കൊണ്ടുള്ള കളികളും ഒത്തിരി നടക്കുന്നുണ്ട്. അതാണ് ഈ കൃപയുടെ സുവിശേഷകരെല്ലാം കുറേ വാക്കിട്ട് കളിക്കുകയാണ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത് വിഡിത്തം തന്നെയല്ല, അഹങ്കാരവും കൂടെയാണ്. കൃപ ലഭിച്ചവൻ കൃപ കളഞ്ഞു കുളിച്ചാലെങ്ങനെ ഇരിക്കുമെന്ന്. കൃപ ലഭിച്ചവൻ കൃപ കളഞ്ഞു കുളിക്കാനുള്ളതല്ല. അത് വിഡിത്തം മാത്രമല്ല, അഹങ്കാരം കൂടെയാണ് പറയുന്നത്, ഇല്ലേ? കൃപയുടെ പേരിൽ, കൃപ തന്നെ അഹങ്കാരം ഇല്ലാതാക്കാനും, പിന്നെ കൃപയുടെ പേരിൽ അഹങ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതെന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇവിടെ വിശ്വാസികളായ ബാക്കി നമ്മളെല്ലാം ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ കൃപയാലുള്ള രക്ഷയെ വിശ്വാസത്താൽ സ്വായത്തമാക്കി. എന്താണ് ഈ വിശ്വാസത്താൽ സ്വായത്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ന്യായപ്രമാണം കർത്താവ് നിവർത്തിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കുറച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മനസ്സിലെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് വിശ്വാസമെന്നാണ്. യാക്കോബ് അതിനെ കൃത്യമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ വേദോസത്തിലെ വാക്യമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യാക്കോബ് കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും, ഇന്ന് പെന്തിക്കോസ് സഭകൾ ഉൾപ്പെടെയുള്ള ഇവാഞ്ചലിക്കൽ ചർച്ചസിലും എല്ലാം ഉള്ള സുവിശേഷ വിഹിത സഭകളിലെല്ലാം ഉള്ള ഒരു വലിയ പ്രശ്നം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താണ് വിശ്വാസമെന്നോ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് നീ വിശ്വസിക്കുന്ന പറയുമ്പോഴത്തേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമെന്ന നിലയിലാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്നത്. യാക്കോബ് ചോദിക്കുക, നിന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടായെന്ന് വെച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. നീ എന്താ ചിന്തിക്കുന്നത്? നീ ഇത്ര വിഡ്ഢിയാണോ? ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഇല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. അത് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നാൽ, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി സ്വത്രം പറഞ്ഞാൽ ഒന്നും അങ്ങ് മുകളിലോട്ട് കയറി പോകത്തൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയായി പരിണമിച്ചേലേ പറ്റൂ. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തിയും കൊണ്ടല്ല രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ രക്ഷിക്കപ്പെട്ടവനിൽ പ്രവൃത്തി ഉണ്ടാകണം. അത് പ്രവൃത്തിയായി വ്യാപരിക്കുന്നില്ലെങ്കിൽ ആ രക്ഷ നമുക്ക് വെറും വിശ്വാസം പോരെ, പ്രവൃത്തി വേണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നു. പക്ഷേ ഇത് തന്നെയല്ലേ പഴയ നിയമത്തിലും? പെട്ടെന്ന് നമുക്ക് സംശയം തോന്നാം, അല്ലേ? ഇതല്ലേ പഴയ നിയമത്തിൽ പറയുന്നത്? എന്താണ്? അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും, പ്രവർത്തിക്കുന്നവൻ രക്ഷപ്പെടും എന്നുള്ളതാണല്ലോ പഴയ നിയമത്തിലെ വാക്യം. പുതിയ നിയമത്തിലപ്പം പ്രവൃത്തി വേണോ? പുതിയ നിയമത്തിലും പ്രവൃത്തി വേണം. എന്തുകൊണ്ട്? പ്രവൃത്തി, അതായത് അത് ചെയ്യുന്നവൻ എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസത്താൽ എനിക്കത് പ്രവർത്തിക്കാൻ കഴിയും. പഴയ നിയമത്തിൽ എനിക്ക് എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല. കാര്യം ഞാനോ ജഡമയൻ. പക്ഷെ ഇപ്പോൾ ഞാൻ ജഡമയനല്ല. എന്ത് സംഭവിച്ചിരിക്കുന്നു? ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഞാൻ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്നു. ആത്മാവിനാൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ആത്മാവായ കർത്താവും ഞാനുമായിട്ട് എന്തുണ്ട്? യൂണിയൻ ഉണ്ട്. ആ യൂണിയൻ ഉള്ളത് കൊണ്ട് പഴയ നിയമത്തിൽ എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തെ അനുസരിക്കാൻ കഴിയാതിരുന്നെങ്കിൽ ഇപ്പോൾ ആത്മപ്രകൃതത്തിൽ ആ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ എനിക്ക് കഴിയും. ആ അനുസരിക്കാനുള്ള കഴിവാണ് കൃപയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ കൃപ എന്ന് പറയുന്നത് അനുസരിക്കാതിരിക്കാനുള്ളതല്ല,
നമ്മുടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് കൃപയെന്ന് പറയുന്നത് ഉള്ള തോന്നിവാസം എല്ലാം കാണിക്കുന്നതിനെ ക്ഷമിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് കൃപയെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിന്റെ ഇപ്പോഴത്തെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നീ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ടെറ്റലസ്റ്റായി കൊടുത്തു വീട്ടി, എല്ലാം കൊടുത്തു വീട്ടി. ഇനി നീ പാപം ചെയ്താലും കുഴപ്പമില്ല, എന്തോ ചെയ്താലും കുഴപ്പമില്ല, എല്ലാം കൊടുത്തു വീട്ടി. അതുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നിങ്ങൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണ്. മെത്തപ്പുറത്ത് വീഴുന്ന പോലെ. എന്താ ഇത്? എന്തൊരു വിഡിത്തമായി പറയുന്നേ. എന്തിനാണ് കൃപ? പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നതും വിശുദ്ധനിൽ കൃപ പ്രവർത്തിക്കുന്നതും രണ്ട് രീതിയിലാണ്. പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപമോചനമായിട്ടാണ്. കാര്യം അവന് പാപമോചനമില്ലാതെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതാണ് പാപിയിൽ കൃപ പ്രവർത്തിക്കുന്നത്. വിശുദ്ധനിൽ കൃപ പ്രവർത്തിക്കുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയായിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പാപിയിൽ കൃപ കരുണയായിട്ടാണ് വരുന്നത്. പാപിയിലേക്ക് കൃപ ഒഴുകുന്നത് എങ്ങനെയാണ്? കരുണ. കാര്യം അവന് അതുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്, കർത്താവേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ കൃപാസനത്തിലേക്ക് ഓടിച്ചെന്ന് എന്തിനാണെന്നറിയാമോ? പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്കായിട്ടാണ്. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസിക്ക് വീണ്ടും വീണ്ടും എല്ലാ ദിവസവും പാപം ചെയ്യുകയും വൈകുന്നേരം ഏറ്റുപറയുകയും കൃപയിലേക്ക് വീഴുന്ന ആ ഒരു സുഖത്തോടെ പാപം ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ, റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യമാണ് എന്ത്? ആകയാൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ആ പഴയ വീഞ്ഞ് ഇപ്പോൾ പുതിയ തുരുത്തിയിൽ ഇങ്ങോട്ട് നമുക്ക് തരികയാണ്. എന്നിട്ട് പറയും, ഞങ്ങൾ കൃപയുടെ സുവിശേഷകർ. സുവിശേഷമല്ല, സുവിഷകറാണ്. ഇത് വിശേഷമല്ല, വിഷമാണ്. വിഷം. ഇറ്റ് ഈസ് പോയ്സൺ. നരകത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പിശാച് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വെളിച്ചതൂതൻ്റെ വേഷത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാക്കുകളിട്ട് കളിക്കാൻ അവർക്ക് അറിയാമെന്ന് പറയുന്ന കാര്യം അതാണ്. അവർക്കെല്ലാം വാക്കുകളിട്ട് കളിക്കാൻ നന്നായിട്ട് അറിയാം. ഈ കൃപയുടെ സുവിശേഷം സഭയിലെ പാപികൾക്ക് കണ്ണരസമാണ്. ആർക്കാണ് ഇതുകൊണ്ട് സുഖം ഉണ്ടാകുന്നത്? മുഴുവൻ പാപത്തിൽ ജീവിക്കാൻ സഭയ്ക്കകത്ത് വന്നിട്ട് പാപത്തിൽ തുടരേണ്ടവനുള്ള ഒരു നല്ല കേൾക്കാൻ സുഖമുള്ള കണ്ണരസമാകുമാറ് നമുക്ക് നൽകിയിരിക്കുന്ന വിഷമാണിത്. വി നീഡ് ടു നോ അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. എന്താണ് കൃപ? കൃപ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് വിശ്വാസത്താൽ പ്രവർത്തിക്കാൻ ദൈവം നൽകുന്ന ശക്തിയാണ് കൃപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രവൃത്തി വേണ്ട. അതുകൊണ്ട് യാക്കോബ് ചോദിക്കുന്നു, നിനക്ക് വിശ്വാസമുണ്ട് എന്ന് നീ പറയുകയും നീ അത് പ്രവർത്തിക്കുകയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ആ വിശ്വാസം കൊണ്ട് രക്ഷ പ്രാപിക്കുമോ? ഇല്ല. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുക? എന്താണ് വിശ്വാസത്താൽ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിശ്വാസത്താൽ നാം ചെയ്യുന്ന പ്രവൃത്തി, അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ നോ ലോങ്ങർ, അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. നോ ലോങ്ങർ ഐ, ഇനി ഞാനില്ല. കാര്യം ഞാൻ എൻ്റെ ജഡത്തിൽ ജീവിക്കാൻ പരിശ്രമിച്ച് ഒരു പരുവമായി. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പ്രവർത്തിച്ചത് നേടുന്ന കാര്യം നടക്കത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അറിയാമോ, ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്തു? ക്രൂശിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനില്ല. കാര്യം ഞാൻ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അതായത് എന്നിൽ ഞാൻ ജീവിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ചിലപ്പം ഈ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമ്പം ഒരുത്തനെ
ഒരുത്തം തല്ലും. എന്തിനാണ് എന്നെ അടിച്ചതെന്ന് ചോദിക്കുമ്പം പലതും പറഞ്ഞൊരു ഉദാഹരണമാണ്. എന്തിനാണ് എന്നെ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പിന്നെ ആരും അടിച്ചത്? എൻ്റെ കൈയാണ് അടിച്ചതെന്ന്. അങ്ങനെ കൈക്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല, കൈക്ക് അടിക്കാൻ പറ്റില്ല. കൈ അടിക്കണമെങ്കിൽ ഞാൻ ഓർഡർ കൊടുക്കണം. ഞാനാണ് അടിച്ചത്, അല്ലാതെ എൻ്റെ കൈയല്ല. ഇതുപോലെ എന്നിൽ ഞാൻ ജീവിക്കുന്നതാണ് നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ കാണുന്നത്. അതായത് ഞാൻ പരിശ്രമിക്കുകയാണ്. അതാണ് പഴയ നിയമത്തിൻ്റെ സിസ്റ്റം. ഞാൻ നോക്കുകയാണ്, ഇതെങ്ങനെങ്കിലും എല്ലാം അനുസരിക്കാനായിട്ട് ഞാൻ നോക്കുകയാണ്. എന്നാൽ അത് ന്യായപ്രമാണത്തിന്, ജഡത്തിൻ്റെ ബലഹീനതയാൽ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം യേശു ക്രിസ്തുവിനെ അയച്ചു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു കർത്താവ്, ഇനി ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ആ ക്രിസ്തു എന്നിൽ ജീവിക്കാനായിട്ട് ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്തുവിനെ അനുവദിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന വിശ്വാസം, അവിടെ താഴെ പറയുന്ന കാര്യം അതാണ്. ഇനി ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, വിച്ച് ഐ ലിവ് ഇൻ ദ ഫ്ലഷ്, ഐ ലിവ് ഇൻ ഫെയ്ത്ത്. അതായത് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നില്ല, പകരം എന്താണ്? ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. അപ്പോഴും എൻ്റെ കയ്യും കാലും ഒക്കെ ചലിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യും കാലും ചലിക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നില്ലെന്ന് ഞാൻ ഉറപ്പാക്കും. അതായത് എൻ്റെ കയ്യോ കാലോ ചലിക്കുന്നത് എൻ്റെ ഓർഡർ അനുസരിച്ചല്ല. നേരത്തെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഇപ്പോഴും എൻ്റെ കയ്യും കാലും ഒക്കെ ചലിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ള ജീവൻ ഏതാണെന്ന് ചോദിച്ചാൽ, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാകുന്നു. അതായത് എൻ്റെ ശരീരത്തെ യേശുവിന് ജീവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഇപ്പം യേശുവിന് നോക്കേണ്ട കാര്യങ്ങൾ യേശു എൻ്റെ കണ്ണിലൂടെ നോക്കുന്നു. യേശുവിന് പറയേണ്ട കാര്യങ്ങൾ യേശു എൻ്റെ നാവിലൂടെ സംസാരിക്കുന്നു. യേശുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ കൈയിലൂടെ, എൻ്റെ കൈ ചെയ്യുന്നു. യേശുവിന് പോകേണ്ട സ്ഥാനത്ത് എൻ്റെ കാല് പോകുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ വിശ്വാസത്താൽ, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്. ഇറ്റ് ഈസ് ട്രസ്റ്റ്. ഐ ട്രസ്റ്റ് ഇൻ ജീസസ്. കാര്യം എനിക്ക് എന്നിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എന്നെ ക്രൂശിച്ചു. ഇപ്പം എനിക്ക് ദൈവപുത്രങ്കലാണ് വിശ്വാസം. അതുകൊണ്ട് ദൈവപുത്രനെ ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിൽ ജീവിപ്പിക്കുന്നു. യേശുവേ, നിന്റെ കൂടെ വാഴുവാൻ ആശയോടെ കാത്തിരിപ്പു ഏഴയാ ഞാനിതാ. സ്നേഹമേ, നിന്നിലൊന്നു ചേരുവാൻ സത്യമാം സ്നേഹധാരയിലെന്നെയും ചേർക്കണേ യേശുവേ. ജനവീതിയിലെന്നും എന്റെ കൂട്ടാൽ നീ വരുമെങ്കിൽ, തമസുമൂടിയ രാവിൽ പൂനിലാവായി നീ വരുമെങ്കിൽ, തോർന്നിടാത്ത മിഴികളിൽ നിൻ സ്പർശമേകിടുകിൽ, ശൂന്യമാം എൻ ജീവിതം ജീവനിൽ ചേരും. യേശുവേ, നിന്റെ കൂടെ വാഴുവാൻ ആശയോടെ കാത്തിരിപ്പു ഏഴയാം ഞാനിതാ. സ്നേഹമേ, നിന്നിലൊന്നു
ധാരയിൽ എന്നെയും ചേർക്കണേ, എന്നെയും ചേർക്കണേ, എന്നെയും ചേർക്കണേ.